നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 3 ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അതിലെ സൂര്യ മേനോൻ. ഓർമ്മയുണ്ട്. അപ്പോൾ സൂര്യ ഈയിടെ ഒരു ഇന്റർവ്യൂവില് പഴയ ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പ്രത്യേകിച്ച് ആ മണിക്കുട്ടനുമായിട്ടുള്ള ഒരു ഇത് ഇഷ്ടം, പിന്നെ ഷോ കഴിഞ്ഞുണ്ടായ അനുഭവങ്ങൾ. അതെ അതെ നമുക്ക് ആ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങി നോക്കാം. എന്തായിരുന്നു സംഭവം, എന്തുകൊണ്ടത് ഇപ്പോഴും ഒരു സംസാര വിഷയമാകുന്നു എന്നൊക്കെ. തീർച്ചയായും ഈ റിയാലിറ്റി ഷോ, പിന്നെ അതിലെ വൈകാരികമായ കാര്യങ്ങൾ, അതൊക്കെ എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ. അതെ, സൂര്യ പറഞ്ഞ ആ ഒരു കാര്യം, കിട്ടാതെ പോയ പ്രണയം, അത് മനസ്സിനെ വേദനിപ്പിച്ചു എന്ന്. അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. ശരിയാണ്. ആ സമയത്ത് ഷോ കണ്ടുകൊണ്ടിരുന്ന പലർക്കും സംശയമുണ്ടായിരുന്നു, ഇത് ഗെയിമിന്റെ ഭാഗമാണോ അതോ ശരിക്കുള്ള ഫീലിംഗ് ആണോ? അതേ ചോദ്യം. സൂര്യ എന്താ അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നത്? അതാണ് അതിലെ ഒരു പ്രധാന പോയിന്റ്. സൂര്യ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അത് 100% റിയൽ ആയിരുന്നു. തനിക്കൊരാളോടൊരു ഇഷ്ടം തോന്നി, അത് തുറന്നു പറഞ്ഞു. അതിലൊരു നാണക്കേണ്ടും തോന്നിയിട്ടില്ല. അതൊരു ഗെയിം പ്ലാനോ വിജയതന്ത്രമോ ആയിരുന്നില്ല എന്നും. മറ്റേയാൾക്ക്, അതായത് മണിക്കുട്ടന് വേറെ പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു, അതിനെ താൻ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നും സൂര്യ പറയുന്നുണ്ട്. അതത്ര എളുപ്പമല്ല തുറന്നു പറയാൻ, പ്രത്യേകിച്ച് ഇത്രയധികം ആളുകൾ കണ്ട ഒരു ഷോയില്. ശരിയാണ്. അന്ന് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ആ കവിതയൊക്കെ ചൊല്ലി കരഞ്ഞുകൊണ്ട് ഇഷ്ടം പറഞ്ഞത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോ തന്നെ ഈ അഭിനയം എന്നുള്ളൊരു ടാഗ് വീണിരുന്നു. പ്രേമരോഗി എന്നൊക്കെ വിളിച്ചു. അതെ. ആ വാക്കുകൾ സൂര്യയെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. താനൊരു പ്രേമരോഗിയല്ല, പ്രണയം അഭിനയിക്കുകയല്ല, തന്റെ ഫീലിംഗ്സ് ജെന്യൂനാണ് എന്നൊക്കെ ലാലേട്ടനോട് വ്യക്തമാക്കിയതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്ത്രീ പ്രത്യേകിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ തന്റെ ഇഷ്ടം തുറന്നു പറയുമ്പോൾ സമൂഹം അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരുപക്ഷേ അതിനെ ഒരു നാടകമായിട്ട് കാണാനുള്ളൊരു പ്രവണത അത് കൂടുതലായിരുന്നു. ചിന്തിക്കേണ്ട കാര്യം തന്നെ. അപ്പോ മണിക്കുട്ടന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? അത് സൂര്യയെ കൂടുതൽ വിഷമിപ്പിച്ചോ? മണിക്കുട്ടന്റെ സമീപനം വളരെ മാന്യമായിരുന്നു എന്നാണ് പൊതുവെയുള്ള സംസാരം. അദ്ദേഹം സൂര്യയുടെ ആ വികാരത്തെ മാനിച്ചു, പക്ഷേ മത്സരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താൽപ്പര്യമെന്ന് പറഞ്ഞു. ശരി. പക്ഷേ പിന്നീട് അദ്ദേഹം ഷോയിൽ നിന്ന് പെട്ടെന്ന് പുറത്തുപോയൊരു സാഹചര്യമുണ്ടായല്ലോ. അപ്പോൾ സൂര്യ ശരിക്കും തകർന്നുപോയി. സ്വയം കുറ്റപ്പെടുത്തി, കരഞ്ഞു, മാപ്പു പറഞ്ഞു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊരു റിയൽ ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴുള്ള കാര്യങ്ങളും സൂര്യ പറയുന്നുണ്ട്. നേരിടേണ്ടി വന്ന വിമർശനങ്ങള്, ഞരമ്പ് രോഗി, വട്ടാണ് എന്നൊക്കെയുള്ള വിളികള്, അത് ഭീകരമായിരിക്കും അല്ലേ? തീർച്ചയായും. പക്ഷേ അതിനെ സൂര്യ കൈകാര്യം ചെയ്ത രീതി, അതാണ് എനിക്ക് രസകരമായി തോന്നിയത്. അവരെ ഒളിച്ചോടിയില്ല. താൻ ഇമോഷണലാണ്, താൻ അങ്ങനെയാണ്, അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം, എന്റേതല്ല എന്നൊരു നിലപാടെടുത്തു. അത് കൊള്ളാം. ഒരു തരം സ്റ്റാൻഡാണ്. റിയാലിറ്റി ഷോയിലെ ആൾക്കാരെ നമ്മൾ വെറും കഥാപാത്രങ്ങളായി കാണരുത്. അവർക്ക് വ്യക്തിപരമായ ജീവിതമുണ്ട്, വികാരങ്ങളുണ്ട്. ഈ സൈബർ ബുള്ളിംഗ് ഒക്കെ എത്രത്തോളം അവരെ ബാധിക്കുമെന്ന് നമ്മൾ ഓർക്കാറില്ല പലപ്പോഴും. ശരിയാണ്. അപ്പൊ ഈ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോ സൂര്യയുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? അതിൽ നിന്നൊക്കെ പുറത്തു വന്നോ? അതെ എന്നാണ് സൂര്യ പറയുന്നത്. കാര്യങ്ങൾ അംഗീകരിച്ചു, മുന്നോട്ടു പോകാൻ പറ്റി. പ്രണയം ഒരു കച്ചവടമല്ലല്ലോ. അത് സംഭവിക്കേണ്ടതാണെങ്കിൽ സംഭവിക്കും, അല്ലെങ്കിലില്ല. ആ ഒരു തിരിച്ചറിവിലെത്തി. ആ വ്യക്തിയുമായി പിന്നീട് സംസാരിച്ച് വളരെ പക്വതയോടെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്നും പറഞ്ഞു. അത് അവരുടെ ഒരു മെന്റൽ സ്ട്രെങ്താണ് കാണിക്കുന്നത്. ഭാവി പരിപാടികളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ജോലി, കല്യാണം, പിന്നെ പഴയൊരു സ്വപ്നം, വയസ്സായവർക്കൊരു വീട്. അതെ, അതൊക്കെ കേൾക്കുമ്പോൾ ആ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് എന്ന ലേബലിനപ്പുറം ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിയാണ്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ സൂര്യയുടെ ഈ അനുഭവം ഒരു റിയാലിറ്റി ഷോയിലെ സമ്മർദ്ദങ്ങളും വ്യക്തിപരമായ വികാരങ്ങളും പുറത്തുനിന്നുള്ളവരുടെ ആ ഒരു ജഡ്ജ്മെന്റും തമ്മിലുള്ള ഒരു സംഘർഷം കാണിച്ചു തരുന്നുണ്ട്. തീർച്ചയായും. അപ്പൊ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി. നമ്മൾ ഈ കാണുന്ന ഷോകളിലെ മത്സരാർത്ഥികൾ, അവരും മനുഷ്യരാണ്. അവരുടെ വികാരങ്ങൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മൾ കാഴ്ചക്കാർ ഒരുപാട് പ്രതീക്ഷ വെക്കുന്നുണ്ടോ? അവരുടെ ആ റിയൽ വികാരങ്ങളെക്കാൾ ഒരു ഷോ കാണാനാണോ നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെടുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്.